ലീഡേഴ്സ് ടോക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ചില ആൾക്കാർ വളരെ നിസ്സാര കാര്യങ്ങൾക്ക് മനസ്സ് വേദനിച്ച് നടക്കുന്നതായി കാണാം. ആരെങ്കിലും ചെറിയ തോതിൽ കുറ്റപ്പെടുത്തിയാലോ കളിയാക്കിയാലോ അവർ മൂഡ് ഓഫായി വളരെ വിഷമിച്ച് ഇങ്ങനെ നടക്കുന്നതായി നാം കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരാളുടെ ജീവിതത്തിൽ അവനവനേക്കാൾ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ഇത്തരം അവർ ചിന്താഗതി ഉണ്ടാകുന്നത്. കാരണം മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമെന്ന് കരുതി ആരോടും നോ പറയാൻ സാധിക്കാതെ ഇവർ ജീവിക്കുന്നു. താൻ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കണമെന്ന ഒരു ചിന്താഗതിയായിരിക്കും ഇത്തരം ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ സ്വന്തം വ്യക്തിത്വം വരെ പണയം വെച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ വരുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് എല്ലാവരെയും സുഖിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ മഹാത്മാഗാന്ധിയും അതേപോലെ ശ്രീബുദ്ധനും യേശുക്രിസ്തുവുമെല്ലാം വിമർശനങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ഇന്ന് വിമർശിക്കപ്പെടുന്നു എന്ന് കരുതി അവരുടെ മഹത്വം കുറയുന്നൊന്നുമില്ലല്ലോ. അതുപോലെ ആയിരിക്കണം നമ്മളും. നമുക്ക് സ്വന്തമായി ഒരു വ്യക്തിത്വം ഉണ്ടാകണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. മറ്റുള്ളവരെ തെറ്റി കാണുമ്പോൾ അത് വിമർശിക്കണം. അവരെ ഒരിക്കലും നമ്മളെക്കാൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് നിർത്താൻ പാടില്ല എന്ന് കരുതി അവരെ വില കുറച്ച് കാണണമെന്നല്ല പറയുന്നത്. അവർക്ക് അവരുടേതായ വില കൊടുക്കുക, അല്ലാതെ അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നത്. അതുകൊണ്ട് ഇത്തരം ആൾക്കാർ എപ്പോഴും ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു. കാരണം മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അതിന് നോ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളായി ജീവിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിന് വികാസം ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ പെരുമാറുമ്പോൾ തന്നെ തെറ്റ് കാണുമ്പോൾ അത് ചൂണ്ടിക്കാട്ടണം. നമ്മുടെ മക്കളെയും അങ്ങനെ തന്നെ വളർത്തണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളായി ജീവിക്കുക. മറ്റുള്ളവരെ അവരുടെ പ്രാധാന്യം കൊടുത്ത് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുക. പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ബൈ.